അർജുൻ, പോരാളി ഷാജിമാരെ തള്ളിപ്പറയുന്ന സംസ്ഥാന സെക്രട്ടറിയെ നമ്മൾ കണ്ടു. ഇപ്പോൾ റിബേഷിന് മേൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയെയാണ് നമ്മൾ കാണുന്നത്. വി.കെ. സനോജ് എന്തൊക്കെയാണ് പറയുന്നത്? ഈ പോരാളി ഷാജിമാരിൽ നിന്ന് റിബേഷിന് വലിയ വ്യത്യാസമുണ്ടെന്നാണോ? റോഷ്നി, അതായത് വ്യാജ നിർമ്മിതികൾക്കെതിരെ നിലപാടെടുത്ത അല്ലെങ്കിൽ വ്യാജ നിർമ്മിതികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഡിവൈഎഫ്ഐയും CPIഎമ്മും ഇപ്പോൾ വ്യാജ നിർമ്മിതി പലയിടങ്ങളിലായി പല രീതിയിൽ ഷെയർ ചെയ്തിട്ടുള്ള റിബേഷിനെ പൂർണ്ണമായ പിന്തുണയ്ക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് തന്നെ വ്യക്തമാക്കുന്നത് ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ, അതായത് വ്യാജ നിർമ്മിതിയാണ്, അതിൻ്റെ ആധികാരികത സംബന്ധിച്ച് യാതൊരുവിധ പരിശോധനയും നടത്താതെ ഇത് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും അറ്റത്തെത്തി നിൽക്കുന്ന റിബേഷിനെ ക്രൂശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലേക്കാണ് വി.കെ. സനോജ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദമായ തോതിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും ഉന്നതരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഇതിനകത്ത് പ്രതികളാക്കപ്പെടും. അതുകൊണ്ട് റിബേഷിനെ ഒരു തരത്തിലും ക്രൂശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഡിവൈഎഫ്ഐ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ നിരോഷി ചോദിച്ചതുപോലെ തന്നെ പോരാളി ഷാജിമാർക്കെതിരെ, റെഡ് ആർമിക്കെതിരെ, അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഇടതുപക്ഷമെന്ന് തോന്നിപ്പിക്കുന്ന സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ ഒട്ടനവധി തവണ നിലപാടെടുത്ത, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം തന്നെ എടുത്താൽ അതിൻ്റെ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം, തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമൊക്കെ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. അപ്പോൾ അത്തരത്തിൽ അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ചില വ്യാജ നിർമ്മിതികൾ അത് കൃത്യമായ തോതിൽ കൃത്യമായ ഇൻറ്റൻഷനോടുകൂടി തന്നെ പ്രചരിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന റിബേഷിനെ ഇപ്പോൾ ഡിവൈഎഫ്ഐ പരിപൂർണമായും പിന്തുണക്കുകയാണ്. കൃത്യമായ തോതിൽ ഇതിനകത്ത് അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് കാര്യങ്ങൾ വ്യക്തമാകും. അന്വേഷണത്തിന് ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. പോലീസ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയെ ക്രൂശിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ MV ഗോവിന്ദനും സമാനമായ രീതിയിൽ തന്നെയുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ കൂടി വ്യക്തമാകും റോഷ്നി. അതായത് MV ജയരാജൻ ഈ പാനൂരിലെ ബോംബ് സ്ഫോടനമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ചില പൊതുയോഗങ്ങളിൽ MV ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ ചെങ്കതിർ, അതുപോലെ തന്നെ റെഡ് ആർമി, പോരാളി ഷാജി തുടങ്ങിയിട്ടുള്ള സൈബർ ഗ്രൂപ്പുകൾ, ഇതിൻ്റെ ഒരു വഴി നമ്മൾ നോക്കണം. റിബേഷ് ഈ പോസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തതിന് ശേഷം ഇത് തൊട്ടടുത്ത്, അതായത് 4ാമതായി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു പേജ് എന്ന് പറയുന്നത് ഈ പാർട്ടി അല്ലെങ്കിൽ CPIഎം തന്നെ, ഡിവൈഎഫ്ഐ തന്നെ പലതവണ തള്ളിപ്പറഞ്ഞിട്ടുള്ള പോരാളി ഷാജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്കാണ്. അതായത് റിബേഷ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് അതിനുശേഷം പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു പേജായി പോരാളി ഷാജി മാറുകയാണ്. അപ്പോൾ പ്രധാനമായും ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പോരാളി ഷാജി, റിബേഷ്, ഈ പറയുന്ന ചില സംഘങ്ങൾ തമ്മിലുള്ള ഒരു സർക്കിളുകൾ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു റൂട്ടുള്ളത്. പക്ഷേ റിബേഷിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ നൽകുകയാണ്. ഇത്തരത്തിൽ ഒരു കാരണവശാലും ഡിവൈഎഫ്ഐയെയോ ഈ പ്രസ്ഥാനത്തെയോ വടകര ബ്ലോക്ക് സെക്രട്ടറി റിബേഷിനെയോ ക്രൂശിക്കാൻ അനുവദിക്കുകയില്ല. റിബേഷ് വടകര ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ റിബേഷിന് മേൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് തന്നെ റിബേഷിനെ ഒരു തരത്തിൽ പോലും ക്രൂശിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇതിനകത്ത് കൃത്യമായ തോതിൽ മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ, UDF നേതാക്കൾ തന്നെ പ്രതിചേർക്കപ്പെടും. അവരാണ് ഇതിനകത്തുള്ള ഈ സ്ക്രീൻഷോട്ടിൻ്റെ നിർമ്മാതാക്കൾ എന്നുള്ള കാര്യം ഡിവൈഎഫ്ഐ ആവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും റിബേഷിന് പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവുകയാണ് എന്നതും വളരെ ശ്രദ്ധേയമാണ് റോഷ്നി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.